ഗൈസ്, അപ്പോൾ നമ്മൾ ഷോറൂമിൽ പോയിട്ട് തിരിച്ചു വരുന്ന വഴിയാണ്. അപ്പോൾ നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട പോലെ നമ്മൾ ഷോറൂമിനെ നമ്പിയിട്ട് കാര്യമില്ല എന്നുള്ളത് കൊണ്ട് നമ്മൾ തന്നെ ഫ്രണ്ട് പോർഷനെ ഇളക്കി ഈ പറഞ്ഞ സ്റ്റമ്പും ഹാൻഡിലുമായിട്ട് കണക്ട് ചെയ്യുന്ന ആ ഒരു ജോയിൻറ്റ് അത് ടൈറ്റ് ചെയ്തപ്പോഴത്തേക്കും ആ ഒരു ബബിളിങ് അല്ലെങ്കിൽ ആ ഒരു ഹാൻഡിൽ ലൂസ് എന്നുള്ളൊരു ഇഷ്യൂ സോൾവായി. അതിനുശേഷം വേറെ നോയ്സോ അല്ലെങ്കിൽ വേറെ ഒരു രീതിയിലുള്ള പ്രശ്നവുമില്ല. ഇപ്പം ഞാൻ ടെസ്റ്റ് ഡ്രൈവ് ഓട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് വേറെ ഒരു പ്രശ്നമില്ല. നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. പക്ക ഇതാണ്, വേറെ ഒഴിച്ചിലോ കാര്യങ്ങളോ ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ഓലയുടെ ഒരു ബ്രില്യൻസ് ആയിരിക്കും അത്. ഒരുവിധ ഇടിയൊക്കെ കിട്ടുമ്പോൾ, ഹാൻഡിൽ പോർഷനിൽ കിട്ടുമ്പോൾ സ്റ്റമ്പോ അല്ലെങ്കിൽ കോണുമ്പോളോ അല്ലെങ്കിൽ ഇതൊന്നും ബെൻഡാവുകയോ ഒടിയുകയോ ഒന്നും ചെയ്യാണ്ട് ആ ഒരു ഇമ്പാക്റ്റൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവരൊരു നട്ട് സിസ്റ്റം അവിടെ കൊടുത്തിരിക്കുന്നത്, ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് പോലെ. അപ്പോൾ അങ്ങനൊരു നട്ട് ഉള്ളതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ആ ഒരു ഇടി ആ ഒരു നട്ട് ലൂസാവുകയാണ് ചെയ്തത്. ലൂസായിട്ട് ഉണ്ടായ ഒരു ഇഷ്യൂ ആണ് നമ്മൾ മുന്നേ കണ്ടത്, ഹാൻഡിൽ ഒരുമാതിരി ഇങ്ങനെ ലൂസായി കിടന്നത്. അപ്പം ഞാൻ ആദ്യം പേടിച്ചു പോയത് ഇനി കോണുമ്പോൾ സെറ്റിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്താണെന്ന് നമുക്കൊരു ഐഡിയ ഇല്ല. കാരണം നമ്മൾ കേട്ടിട്ടുള്ളതും കണ്ടിട്ടുള്ളതും ഓലയുടെ ക്വാളിറ്റി കുറവാണ്, ഇതാണെന്നൊക്കെയാണ്. അപ്പം ഞാൻ ഉറപ്പിച്ചത് പണിയായി, എന്തായാലും ഇഷ്യൂ ആണ് എന്ന് തന്നെയാണ് വിചാരിച്ചത്. കൂടെ ഷോറൂമിലും കൂടെ തിരക്കിയപ്പോൾ അവർ ചെയ്സ് ബെൻഡ് വരെ കാണും എന്ന് വരെ പറഞ്ഞു, പേടിപ്പിച്ചു. അപ്പോൾ എനിക്കവിടെ ഒരു ഇഷ്യൂ ഉണ്ടായെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു വണ്ടി തട്ടുമ്പോൾ 2 ഓപ്ഷനാണ് എൻ്റെ മുന്നിലുള്ളത്. ഒന്നുകിൽ ക്ലെയിമിന് കൊടുക്കാം, ആക്സിഡൻറ്റ് ക്ലെയിം ചെയ്യാം, കാരണം ഇൻഷുറൻസ് എല്ലാം ഉണ്ട്, പുതിയ വണ്ടിയാണ്. അപ്പം ക്ലെയിമിന് കൊടുത്തു കഴിഞ്ഞാലുള്ള ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ കാര്യവട്ടത്താണ് ഈ ഓലയുടെ, ട്രിവാൻഡ്രത്ത് കാര്യവട്ടത്താണ് വരുന്നത് ഓലയുടെ ക്ലെയിമും കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട വർക്കെല്ലാം. അപ്പോൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രോസസ്സിങ്, വണ്ടി ഒന്ന് ചെക്ക് ചെയ്യുന്നത് പരിപാടി, പിന്നെ നമ്മൾ എന്ത് പാർട്സിനൊക്കെയാണോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യുന്നത് അതെല്ലാം അവിടെ പാർട്സ് ഉണ്ടെങ്കിലും അതല്ല ചെയ്യുന്നത്, അവർ അതിനുവേണ്ടി ഫാക്ടറിയിൽ നിന്ന് വരുത്തിച്ച് ആ സാധനം വെച്ച് നമുക്ക് റെഡിയാക്കി തരുള്ളൂ. അപ്പം ഈ പറഞ്ഞ പ്രോസസ്സിങ്ങും ഇതും എല്ലാം കൂടെ ഷോറൂമിൽ നിന്ന് തന്നെ അറിയാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ 20 to 30 days ആണ് ഇതിൻ്റെ മൊത്തം പ്രൊസീജിയർ നമുക്ക് വണ്ടി റെഡിയായി കിട്ടാൻ വേണ്ടിയിട്ട്. എന്നിട്ടാണ് ഇത്രയും, കാരണം ഇപ്പോഴും ഒരുപാട് ടെക്നോളജി ഇമ്പ്രൂവ് ആയി. മറ്റേത് വണ്ടിയാണെങ്കിലും നമുക്ക് ഒരു 2 ദിവസം കൊണ്ട് തന്നെ ക്ലെയിം ചെയ്തൊക്കെ റെഡിയാക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷനിൽ ഓലയ്ക്ക് മാത്രം എന്തുകൊണ്ട് ഇത്രയും ടൈം എടുക്കുന്നു എന്നെനിക്കറിയത്തില്ല. അപ്പോൾ അതൊരു ഓപ്ഷൻ. അല്ലാന്നുണ്ടെങ്കിൽ എനിക്ക് മുട്ടത്തറ കൊണ്ടുപോയിട്ട് കയ്യിലിരിക്കുന്ന പൈസ മുടക്കി തന്നെ റെഡിയാക്കാം. എനിക്കിപ്പോൾ ഓല കെയർ പ്ലസ് വാറൻറ്റി ഉള്ളതുകൊണ്ട് ലേബറോ കാര്യങ്ങളോ ഒന്നും ആവത്തില്ല, പക്ഷേ മാറുന്ന പാർട്സിന് റേറ്റ് വരും. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഒരു 5,000 വരെയൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല, പൈസ മുടക്കി ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ഇത്രയും ദിവസം അവിടെ വണ്ടി ലോക്കായിരിക്കുന്നത് എനിക്ക് ഓട്ടോ ഉള്ളതുകൊണ്ട് നഷ്ടമാണ്. അപ്പം ഇവർ പറയുന്നത്, വണ്ടി ഇളക്കി പോലും നോക്കാതെ തന്നെ അവർ പറയുന്നത് ഈ പറഞ്ഞ പോലെ എന്താണെന്ന് അവർക്കറിയത്തില്ല. ചിലപ്പം ചെയ്സ് ബെൻഡ് ഉണ്ടാവാം. ചെയ്സ് ബെൻഡ് ഉണ്ടെങ്കിൽ 20,000 രൂപ എന്തോ ആണ് ചെയ്സിൻ്റെ റേറ്റ് വരുന്നത്. അതും ഈ പറഞ്ഞ പോലെ അവിടെ നിന്ന് വരാൻ ടൈം എടുക്കും. പിന്നെ ഹാൻഡിൽ ബെൻഡ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ കോൺ ബോൾ സെറ്റ് ആണെങ്കിൽ അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതിലും എനിക്കൊരു ഇഷ്യൂ ഫേസ് ചെയ്തതെന്ന് പറഞ്ഞാൽ, നമ്മൾ ഓൾറെഡി ടിക്കറ്റ് ബുക്ക് ചെയ്ത് ഒരു ഡേറ്റ് നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി കൊണ്ട് പോകുമ്പോൾ അറ്റ്ലീസ്റ്റ് അന്ന് തന്നെ അവർ അതെന്താണ് ഇഷ്യൂ എന്നുള്ളതെങ്കിലും അറ്റ്ലീസ്റ്റ് ചെക്ക് ചെയ്ത് നമുക്ക് പറഞ്ഞു തരണം. ഇതിപ്പോൾ അവർ അതും പറഞ്ഞു തരുന്നില്ല. അവർ പറയുന്നതെന്ന് പറയുമ്പോൾ വണ്ടി വെച്ചിട്ട് പോവുക, അവർ 2 ദിവസം കഴിഞ്ഞ് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ വിളിച്ച് പറയാമെന്നാണ് പറയുന്നത്. കാരണം എന്താണ് ഇഷ്യൂ എന്ന് പോലും കണ്ടുപിടിക്കാതെ, ചിലപ്പം ഇപ്പം തന്നെ നമ്മളിപ്പോൾ ഇത് ഇളക്കി നോക്കിയിട്ട് നമുക്ക് മനസ്സിലായി ആ ഒരു ചെറിയൊരു നട്ട് ലൂസായിരുന്നു പ്രശ്നം. അപ്പോൾ അതവർ നോക്കിയാലേ അവർക്ക് അറിയാൻ പറ്റുള്ളൂ. ഈ ഒരു ചെറിയ പ്രശ്നത്തിന് വേണ്ടിയിട്ട് 2 ദിവസം അവിടെ വണ്ടി വെച്ചിരിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? അപ്പോൾ ഇതൊക്കെയാണ് ഈ ഓലയുടെ ഒരു പ്രശ്നങ്ങളെന്ന് പറയുന്നത്. വണ്ടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 100ക്ക് 100 തന്നെ പറയാം. കാരണം കോസ്റ്റ് വൈസ് ആണെങ്കിലും ഫീച്ചേഴ്സ് വൈസ് ആണെങ്കിലും മൈലേജ് ആണെങ്കിലും എല്ലാം പെർഫെക്റ്റാണ്. ഈ സർവീസും ഇവരുടെ ഈ ഒരു ജാടയും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പറ്റാത്തത്. അപ്പം ഞാൻ അങ്ങനെയാണ് തിരിച്ചു വന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടതുപോലെ നമ്മൾ ചെയ്തത്. ചെയ്തതിന് ശേഷം ഞാൻ ഷോറൂമിൽ കൊണ്ടുപോയിട്ട് അവരുടെ അടുത്ത് കാര്യം പറഞ്ഞു.
ഇന്ന പോലെയായിരുന്നു കാര്യം. എൻ്റെ ശരിക്കും പറഞ്ഞാൽ വാറൻറ്റി ഉള്ളതാണ്, പക്ഷേ ഞാനാണ് ഇളക്കി ചെയ്ത് അങ്ങനെയൊന്നും എടുത്തു പറഞ്ഞില്ല. പക്ഷേ അവർ റഷായിരുന്നു, ഞാൻ റഷായിരുന്നു. അതുകൊണ്ട് ഞാൻ എൻ്റെ ഇടയിൽ കൂടെ പറഞ്ഞു, ബ്രോ ഇതേപോലെയാണ് കേസ്, അവർ നട്ട് ലൂസായിരുന്നു, അതിപ്പം ടൈറ്റ് ചെയ്തപ്പോൾ റെഡി ആയിട്ടുണ്ട് വണ്ടി, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നോക്കാമോ, വേറെ വല്ല പ്രശ്നമോ കാണുമ്പോഴും വല്ല ഇഷ്യൂസ് ഉണ്ടോ, അല്ലെങ്കിൽ എന്താണ് ഇഷ്യൂ എന്നുള്ളത് നോക്കുക. അതേപോലെ ഈ ലിവർ മാറുവാണെങ്കിൽ എത്ര കോസ്റ്റ് വരും, ഈ ഒരു ഗ്രിപ്പ് മാറുവാണെങ്കിൽ എത്ര കോസ്റ്റ് വരും എന്ന് തിരക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഷോറൂമിൽ പോയത്. അപ്പോഴും ഈ പറഞ്ഞ പോലെ ഈ ഒരു ലിവർ മാറണമെങ്കിൽ പോലും അവർക്ക് അന്ന് പറ്റത്തില്ല. കാരണം ഓൾറെഡി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടാണ് പോയത്, എന്നിട്ട് പോലും ഈ ഒരു ലിവർ മാറ്റാനൊന്നും പറ്റില്ല അവർക്ക്. അതേപോലെ തന്നെ അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഒരു കാര്യം ചെയ്യാം, ലിവർ എനിക്ക് ക്യാഷ് കൊടുത്ത് സ്പെയറായിട്ട് മേടിക്കാൻ പറ്റുമെങ്കിൽ തന്നാൽ മതി, ഞാൻ പോയി മാറിക്കോളാം. അപ്പോൾ അവർ സ്പെയറും കൊടുക്കത്തില്ല. അപ്പോൾ സ്പെയറും നമുക്ക് തരത്തില്ല, റെഡിയാക്കിയും തരത്തില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു മുണ്ടി കേസ്. അപ്പം പിന്നെ എനിക്ക് ആ ലിവർ ഇപ്പോൾ ഇത്രയും ഉള്ളതുകൊണ്ട് എനിക്കതൊരു അർജൻസി ഇല്ല, അതുകൊണ്ട് ഞാനത് ഹോൾഡ് ചെയ്തു. ഇപ്പം വണ്ടി ഓട്ടിക്കുന്നതിനോ വേറെ ഒരു പ്രശ്നമില്ല, ഹാൻഡിലെല്ലാം പെർഫെക്റ്റ് ഓക്കെ ആയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങ് പോരുവാണ് ചെയ്തത്. എന്നിട്ട് നമ്മൾ ഓൾമോസ്റ്റ് 10,000 കിലോമീറ്റർ ആയി. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും മൊത്തത്തിലൊരു പീരിയോഡിക് സർവീസിന് വേണ്ടിയിട്ട് കയറ്റണം. ബ്രേക്ക് പാഡൊന്നും മാറാനുള്ള ടൈം ആയിട്ടില്ല. അപ്പോൾ അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഒരു വണ്ടി ജസ്റ്റ് ഒന്ന് തട്ടിയപ്പോൾ എനിക്കുണ്ടായ അനുഭവങ്ങൾ. നിങ്ങൾ കഴിഞ്ഞ പ്രീവിയസ് വീഡിയോസ് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്യുക. കാരണം അതിൽ എനിക്കുണ്ടായ എക്സ്പീരിയൻസ് എല്ലാം ഷെയർ ചെയ്തിട്ടുണ്ട്, എങ്ങനെയാണ് വണ്ടി അത് ഫിക്സ് ചെയ്തതെന്ന്. കാരണം ഒരുപാട് പേർക്ക് വരുന്ന ഇഷ്യൂസാണ്. ഹിന്ദിയിലൊക്കെ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് ഇത് റെഡിയാക്കുന്നത്. ഞാൻ നമ്മളെ വീഡിയോസും കൂടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പം ഇത്രയൊക്കെയുള്ള വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ കമൻറ്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. അപ്പം താങ്ക്സ്.